ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തു പോയാൽ ആർക്കും കഴിക്കാനൊന്നും ഇഷ്ടം കാണില്ല. നമ്മൾ ആവി കയറ്റിയെടുത്താൽ പോലും ചിലപ്പോൾ കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇനി കളയണ്ട, നമുക്ക് അടിപൊളി കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഓവനൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തു പോയിട്ടുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്തെ ഈ കുരു പോലെ ഇരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് വയറുവേദനയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയും. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇനി ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ, അതുകൊണ്ടാണ് മിക്സിയുടെ ചെറിയ ജാറെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ വലിയ ജാറിലിട്ടിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ചെറിയ തരി പോലെ പഴം കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ടൊന്നും അരച്ചെടുക്കണ്ട, പക്ഷെ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. ഇനി നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ബീറ്റർ യൂസ് ചെയ്തിട്ട് പതപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്നുകിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് വേണ്ടി വരും ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ 2 മിനിറ്റ് മതിയാവും. പതഞ്ഞു വരുമ്പോഴേ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കാണുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പതഞ്ഞു വരണം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ബട്ടറിന് പകരം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. കോക്കനട്ട് ഓയിൽ ചേർക്കരുത് കേട്ടോ. കേക്കിന് ഒന്നും കോക്കനട്ട് ഓയിൽ ചേർക്കരുത്, കേക്കിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ബട്ടർ നന്നായിട്ട് അലിഞ്ഞു വരണം. ബട്ടറൊക്കെ അലിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ കറുവപ്പട്ടയുടെ പൊടി, സിനമൺ പൗഡർ. ഇതെല്ലാ കടയിലും വാങ്ങാൻ കിട്ടും. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചേർത്താലും നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ആയിരിക്കും കേക്കിന്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ചേർത്തതെല്ലാം മാവിൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ട് വരും. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് ചേർക്കണം. എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കരുത്. 3-4 ടേബിൾ സ്പൂൺ ആയിട്ട് ഇട്ടിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി ഭാഗം ചേർക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അത് മിക്സായി വരുമ്പോൾ അടുത്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ബാറ്റർ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ കുറച്ചായിട്ട് ആ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട, ഇതൊന്ന് മിക്സായി വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ ഈ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് കുറച്ച് ബട്ടറോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മാവ് ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് തട്ടിക്കളയുക. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മുകളിലൊന്ന് നിരപ്പാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി കൂടെ കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോവും. അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടിഭാഗം കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് ഒരു ചെറിയ തട്ട് വെച്ച് കൊടുക്കാം. തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഉപ്പിൽ ഡയറക്റ്റായിട്ട് പാത്രം ഒരിക്കലും വയ്ക്കരുത്. ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം തീ മീഡിയത്തിലോട്ടാക്കി കൊടുക്കുക. ഇനി നമുക്കൊരു 30-40 മിനിറ്റ് വേണ്ടി വരും ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പപ്പടക്കോല് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇതാണ്ടോ, മാവൊന്നും പിടിച്ചു വരുന്നില്ല. കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രം ഇതിൽ നിന്ന് മാറ്റാം. പാത്രം മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് ഈ പാത്രത്തിൽ നിന്ന് ചൂടോടെ തന്നെ മാറ്റണം. തണുക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ വയ്ക്കരുത്, എന്നാൽ കേക്ക് പെട്ടെന്ന് താന്നു പോവും. സൈഡൊക്കെ ഒന്ന് ഒരു കത്തി കൊണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തു. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.